നമസ്കാരം സുഹൃത്തുക്കളെ, ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും പഠനം തുടരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമായി ഇന്ത്യയിലെ പ്രമുഖ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന BA പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇഗ്നോ വിദ്യാർത്ഥികൾക്കായി മലയാളത്തിൽ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസുകൾ, അഡ്മിഷൻ സർവീസസ്, രജിസ്ട്രേഷൻ, അസൈൻമെൻറ്റ് ഗൈഡൻസ്, പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, പേഴ്സണൽ മെൻറ്റർഷിപ്പ് തുടങ്ങിയ ഒട്ടനവധി സർവീസുകൾ നൽകുന്ന ഒരു പ്രമുഖ കേരളത്തിലെ ഒരു സ്ഥാപനമാണ് എഡ്യൂഫിക്സ് അക്കാദമി. അപ്പോൾ ഇനി നമുക്ക് നേരെ കോഴ്സിലോട്ട് പ്രവേശിക്കാം. BA ഹോണേഴ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്, BA PSH. ഈ BA PSH എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഡാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. ആ ഒരു വിൻഡോയിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, മാറിപ്പോകരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെച്ചാലും ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് പഠനം സ്റ്റാർട്ട് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. 100% ഓൺലൈനിൽ തന്നെയാണ് ഈ ഒരു കോഴ്സ് രജിസ്റ്റർ ചെയ്യേണ്ടതും പഠനം നടത്തേണ്ടതും. പഠനം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഇത് ഞങ്ങൾ അയച്ചു തരുന്നതാണ്. മറ്റൊന്ന്, ഇഗ്നോ യൂണിവേഴ്സിറ്റി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റഡ് ഫോമിലുള്ള പുസ്തകങ്ങൾ നിങ്ങളെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, ഡിഗ്രി കോഴ്സുകളെല്ലാം നിങ്ങൾക്കറിയാം, മിനിമം ഡ്യൂറേഷൻ വരുന്നത് 3 years ആണ്, മാക്സിമം വരുന്നത് 6 years ആണ്. മീഡിയം വരുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്പെഷ്യലൈസേഷൻ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പൊളിറ്റിക്കൽ സയൻസിൽ സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, BEdന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇത് ആർക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുന്നത്, എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിൽ, ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അവരവർ എടുക്കുന്ന കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ വരുത്തുക. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ് ഓർ ഇക്വലൻ്റ്. അപ്പോൾ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 5500 രൂപ. അതിൻ്റെ കൂടെ രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും എന്ന് വെച്ചാൽ 6200, ഏകദേശം 700 രൂപയാണ് ഈ ഡെവലപ്മെൻറ്റ് ഫീയും രജിസ്ട്രേഷൻ ഫീയും വരുന്നത്. സോ 6200 രൂപ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴാണോ അഡ്മിഷൻ എടുക്കുന്നത് അപ്പോൾ തന്നെ അത് അടയ്ക്കേണ്ടതാണ്. ഓക്കെ, ഏതൊക്കെ റീജിയൻ സെൻറ്ററുകളിലാണ്, ഏതൊക്കെ സ്റ്റഡി സെൻറ്ററുകളിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ കൊച്ചിൻ റീജിയൻ സെൻറ്റർ, നിങ്ങൾക്കറിയാലോ കേരളത്തിലാകെ 3 റീജിയൻ സെൻറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഇത്രയും കോളേജസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സെക്കൻഡ് റീജിയൻ സെൻറ്റർ നമുക്ക് ഏതാ വരുന്നത്, വടകരയുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം ഉണ്ട്. ഇങ്ങനെ 2 സ്റ്റഡി സെൻറ്റേഴ്സ് കൂടി അവൈലബിൾ ആണ് കേരളത്തിൽ. നമുക്ക് വടകര നോക്കാം. വടകര റീജിയൻ സെൻറ്റർ നോക്കൂ നിങ്ങൾ. വടകര റീജിയൻ സെൻറ്ററിൽ ഇത്രയും കോളേജസ്, ഒരുപാട് കോളേജസ് ഇതിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടിനടുത്തുള്ള കോളേജസ് തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കോളേജിൽ പോവേണ്ടി വന്നാൽ, അതായത് ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവേണ്ടി വന്നാൽ, അസൈൻമെൻറ്റ് നിങ്ങൾക്ക് 2 തരത്തിലാണ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഡയറക്റ്റായിട്ട് പോവുക, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ID കാർഡ് വെച്ച് മറ്റുള്ളവരോ, അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് ഈ ഒരു പറയുന്ന ഈ കോളേജുകളിലെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് നിങ്ങൾ അയക്കുക. ഇങ്ങനെയാണ് അവർ ഈ ഒരു അസൈൻമെൻറ്റ് റിസീവ് ചെയ്യുന്നത്. ഈ സ്റ്റഡി സെൻറ്ററാണ് നിങ്ങളുടെ കോഴ്സ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ നൽകുന്നത് നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിലോ ചാനലിലേക്കോ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കോഴ്സുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് ഈ സ്റ്റഡി സെൻറ്റേഴ്സാണ്. അസൈൻമെൻറ്റ് മാർക്ക് ഇടുന്നതും ഈ സ്റ്റഡി സെൻറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതും ഈ സ്റ്റഡി സെൻറ്റേഴ്സിൽ തന്നെയാണ്. അപ്പോൾ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി, ഫീ, ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ അക്കാദമിക് സൈഡ് നോക്കാം. അക്കാദമിക്സിൽ പൊളിറ്റിക്കൽ സയൻസിൽ BPSC 101 മുതൽ BPSC 104 വരെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെ സെമസ്റ്റർ എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രോഗ്രാം ഇയർ വൈസ് പ്രോഗ്രാമാണ്. ഇഗ്നോയിൽ ഇയർ വൈസ് പ്രോഗ്രാമും സെമസ്റ്റർ വൈസ് പ്രോഗ്രാമും ഉണ്ട്. അതിൽ ഇയർ വൈസ് പ്രോഗ്രാമാണ് BA പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം വരുന്നത് ഇയറിലാണ്. സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലേക്കൊക്കെ റീ അഡ്മിഷൻ വരുന്നത് ഇയറിലാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കമ്പൽസറിയാണ്. കോർ കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതാണ് ഈ കോർ കോഴ്സ്. BPSC 101 മുതൽ BPSC 104 വരെയുള്ള കോഴ്സുകളാണ് കോർ കോഴ്സുകൾ. അപ്പോൾ BUAV 181 എന്ന് പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സാണ്. ഇതൊരു കമ്പൽസറി കോഴ്സുകളാണ് ഈ 181 182. ഇതൊരു ലാംഗ്വേജ് ഇംഗ്ലീഷ് കോഴ്സും ഇതൊരു എന്താ പറയുന്നത് ഒരു ഹിന്ദി കോഴ്സാണ്. കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സബ്ജക്റ്റ് എന്ന് പൊതുവെ പറയുന്നതാണ് എന്ത് കോഴ്സ്. നമ്മുടെ PA പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ല, അത് ഇഗ്നോയിലെ ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇത്രയും കോഴ്സുകൾ ഇപ്പോൾ ഈ കാണിച്ച ഈ 2, 4, 6 കോഴ്സുകൾ കമ്പൽസറി ആണ്. ഇനി വരുന്ന 2 കോഴ്സുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റുള്ള നിങ്ങളുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പഠിക്കാൻ എളുപ്പം അറിയില്ല എന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കണക്ട് ചെയ്തോളൂ, ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് 105 മുതൽ 110 വരെയുള്ള സബ്ജക്റ്റുകൾ കമ്പൽസറി ആണ്. പിന്നെ വേറെ കമ്പൽസറി ഇല്ല. പിന്നെ ഇതിൽ നിന്നും ഈ കാണുന്ന ഈ താഴെ നിന്നും അപ്പുറത്തു നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ. ടോട്ടൽ 4 സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക. 6 സബ്ജക്റ്റ് കമ്പൽസറി. ടോട്ടൽ 10 സബ്ജക്റ്റാണ് സെക്കൻഡ് ഇയറിലോട്ട് വരുന്നത്. അപ്പോൾ തേർഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് ഈ 4 എണ്ണം 111 മുതൽ 114 വരെ കമ്പൽസറി ആണ്. പിന്നെ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും 2 എണ്ണം ചൂസ് ചെയ്യുക. 6 സബ്ജക്റ്റുകളിൽ നിന്ന് 4 എണ്ണം ചൂസ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 8 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. ടോട്ടൽ ക്രെഡിറ്റ് 148. ക്രെഡിറ്റ് എന്താണെന്ന് അറിയാത്തവർ ക്രെഡിറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സബ്ജക്റ്റിനെ കുറിച്ച് എന്താണെന്നൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ BPSC 101 ഇങ്ങനെ കോപ്പി ചെയ്യുന്നു നമ്മൾ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി. ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഇഗ്നോ ആണല്ലോ, ഇഗ്നോയുടെ കോഴ്സാണല്ലോ. അപ്പോൾ ഇഗ്നോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഈഗ്യാൻ ഘോഷ് എന്ന് പറയുന്ന സംഭവം ഈ ഒരു വെബ്സൈറ്റ് വരുന്നതാണ്. അതിൻ്റെ പേര് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി എന്നുള്ളതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 3 ബ്ലോക്കുകളായിട്ടാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 1 ക്ലിക്ക് ചെയ്തു. അതിൽ യൂണിറ്റ് 1 ബ്ലോക്ക് 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്കിലുള്ള മൊത്തം PDF നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കോഴ്സ്. ഇതിൻ്റെ എക്സാക്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പകർപ്പാണ്, കോപ്പിയാണ്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ പഠിക്കാവുന്നത് ഇത്രയും സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറിയാണ് ബ്ലോക്ക് 1. അതിൽ വരുന്നതാണ് ഇതൊക്കെ. സെക്കൻഡ് ബ്ലോക്കിൽ എന്താണ് ലിബറൽ, മാർക്സിസ്റ്റ്, അങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ. പിന്നെ 12 യൂണിറ്റുകളാണ് ടോട്ടൽ. ഡെമോക്രസി ആൻഡ് സിറ്റിസൺഷിപ്പ്, അങ്ങനെ വരുന്ന 12 യൂണിറ്റുകളാണ് ബ്ലോക്ക് 3 അടക്കം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആപ്റ്റാണോ, ഇത് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഇലക്ടീവ്സിൽ ഏതാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആപ്റ്റായത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഗ്നോയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് കണക്ട് ചെയ്തോളൂ. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അത് നിങ്ങൾക്ക് ആപ്റ്റ് ആയതാണോ എന്ന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറഞ്ഞുതരാം, കൗൺസിൽ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ, അതായത് അഡ്മിഷൻ മുതൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് വരെ എന്തൊക്കെ സപ്പോർട്ടുകൾ അതൊക്കെ ഞങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ട് അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാം. നമ്മൾ പെയ്ഡ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫ്രീ സർവീസ് അല്ല. ഒരു ചെറിയ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും ഹെൽപ്പുകളും നമ്മൾ ചെയ്ത് നൽകുന്നതാണ്. നമ്മുടെ നമ്പർ, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു വാട്സപ്പ് ചാനൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇഗ്നോയുടെ നിർദ്ദേശങ്ങൾ, അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട്. ഇനിയും കൂടുതൽ കോഴ്സുകളെ കുറിച്ചിട്ടും കൂടുതൽ അപ്ഡേറ്റ്സിനെ, ഇഗ്നോയുമായി ബന്ധപ്പെട്ട എന്തൊരു അപ്ഡേറ്റ്സിനെ കുറിച്ചും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ. ഇതുവരെ കേട്ടിരുന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു.